ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിൻ്റെ ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ട്സുകൾ രണ്ടായിട്ട് മെയിൻലി ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, ഒന്ന് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. നമ്മളിതുവരെ പഠിച്ച സർക്യൂട്ട്സുകളെല്ലാം തന്നെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സുകളാണ്. അതായത് ആഡർ സർക്യൂട്ടുകൾ, സബ്സ്ട്രാക്റ്റഡ് സർക്യൂട്ടുകൾ, ഗേറ്റ്സുകൾ വെച്ചിട്ടുള്ള സർക്യൂട്ട്സുകൾ, അതെല്ലാം തന്നെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സുകളായിരുന്നു. ഇനി കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിൻ്റെ കുറേ പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലംസൊക്കെ ഞാൻ കുറേ പ്രോബ്ലംസ് നമുക്ക് എക്സാം പോലെ ഞാനിടാം. കുറേ പ്രോബ്ലംസ് അസൈൻമെൻറ്റ് പോലെ ഞാൻ തരാം. കാരണം എല്ലാ പ്രോബ്ലംസും ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവേഴ്സ് തികയില്ല. നമുക്ക് 30 അവേഴ്സാണ്, 30 അവേഴ്സാണ് നമുക്ക് ഫുൾ ഇലക്ട്രോണിക്സിന് കിട്ടുന്നത്. ഓക്കെ, ആ ക്ലാസ്സുകൾക്കുള്ളിൽ നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഞാൻ മാക്സിമം അസൈൻമെൻറ്റ് പോലെ തരാം. അപ്പം നിങ്ങളത് ചെയ്യുക. ചെയ്തിട്ട് കിട്ടിയില്ലാത്ത, ഇപ്പം നമുക്ക് ചില പ്രോബ്ലംസ് ചിലപ്പം ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. അധികം പേർക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ തരുന്ന അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹോംവർക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട്, കുറച്ച് ആളുകൾ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതിൻ്റെ ആൻസർ അവർ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് അയച്ചു തരാറുണ്ട്, ഫോട്ടോ അയച്ചു തരാറുണ്ട്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ തരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഒത്തിരി പേര് തെറ്റിക്കുവാണെങ്കിൽ ആ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സീക്വൻഷ്യൽ ലോജിക്സ്. ഓക്കെ, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ഇതുവരെ പഠിച്ച സർക്യൂട്ട്സുകളിലൊക്കെ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സുകളായിരുന്നു. ഇതും ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ട് തന്നെയാണ്. ബട്ട് ഇറ്റ് ഡസിൻ ഇതുവരെ പഠിച്ച സർക്യൂട്ടുകളിലൊന്നും മെമ്മറി ഇല്ലായിരുന്നു. ഇറ്റ് ഡസൻ ഹാവ് എ മെമ്മറി. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഔട്ട്പുട്ട്, ദാറ്റ് സർക്യൂട്ട്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. പ്രസൻറ്റ് ഇൻപുട്ട് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യുമായിരുന്നു. But in sequential logic circuit it is not like that. Its output depends on present input. That means ഇപ്പോഴത്തെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാസ്റ്റ് ഔട്ട്പുട്ടിനോടെ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ഇൻപുട്ടും പാസ്റ്റ് ഔട്ട്പുട്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് പ്രസൻറ്റ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് അതിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ മെമ്മറി. ദാറ്റ് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ദാറ്റ് മീൻസ് മെമ്മറി ഉള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സുകളെന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മെമ്മറി ഇൻ ദ സർക്യൂട്ട്? വെരി സോറി. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? ഓക്കെ, സോ ഇറ്റ് ഹാസ് എ മെമ്മറി. ഞാൻ പറഞ്ഞു തന്നത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് മെമ്മറി ഉള്ള സർക്യൂട്ട്. വാട്ട് ഈസ് മെമ്മറി ഇൻ ഡിജിറ്റൽ ലോജിക്? ഡിജിറ്റൽ ലോജിക് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സിന് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട്സുകളെല്ലാം തന്നെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിന് എക്സാമ്പിളാണ്. ലൈക്ക് കൗണ്ടേഴ്സ്, രജിസ്റ്റേഴ്സ്, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ കാണും. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ ചോദിക്കാറുള്ളതാണ്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ദ ഐഡിയൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. ഐഡിയൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, വാട്ട് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? എനിക്കറിയാം എന്താ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന്. ഈവൻ നമ്മൾ
ഈവൻ ഡിഗ്രി ലെവലിൽ വരെ പഠിക്കുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന്. എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? നമ്മളൊരൊറ്റ വാക്കിൽ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ്? വാട്ട് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? നമ്മൾ ഒറ്റ വാക്കിൽ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്റ്റോർ എ ബിറ്റ് ടെമ്പററി ആയിട്ട് ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ലോജിക്കൽ ഡിവൈസുകളെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോർ എ ബിറ്റ്, സിംഗിൾ ബിറ്റ്, ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നിങ്ങൾ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മൾട്ടി വൈബ്രേറ്റർ നമുക്ക് ഈവൻ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വെച്ചിട്ടും അല്ലെങ്കിൽ ഓപ്പാംപ് സർക്യൂട്ട് വെച്ചിട്ടൊക്കെ മൾട്ടി വൈബ്രേറ്റേഴ്സ് നിങ്ങൾ ഇലക്ട്രോണിക്സ് ക്ലാസ്സുകളിൽ, ഇലക്ട്രോണിക്സ് ലാബുകളിൽ ചെയ്തിട്ടുണ്ടാവും. മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 0-1 സ്റ്റേജുകൾ കൺസിക്യൂട്ടീവായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു പൾസ് പോലെ, ട്രെയിൻ ഓഫ് പൾസ് പോലെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റുകളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിനകത്തൊരു കപ്പാസിറ്റർ, റെസിസ്റ്റർ സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ആർ സി ടൈം കോൺസ്റ്റൻ്റ് അനുസരിച്ച് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൾസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റും ഇല്ല. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 0-1 എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ അൺടിൽ ആൻഡ് അൺലെസ് എ പൾസ് ഈസ് ഗിവൺ ടു ദാറ്റ് സർക്യൂട്ട് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് സ്റ്റേബിൾ. അപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും. ആ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇൻപുട്ട്, അതല്ലെങ്കിൽ ഒരു ഇമ്പൾസ് കൊടുക്കണം. ആ ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 സ്റ്റേജ് ആണെങ്കിൽ അത് 1 സ്റ്റേജിലേക്ക് മാറും. അടുത്തൊരു ഇമ്പൾസ് കൊടുക്കുമ്പോൾ ആ 1 സ്റ്റേജിൽ നിന്ന് 0 സ്റ്റേജിലേക്ക് മാറും. ലൈക്ക് ദാറ്റ് ഡിവൈസാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ അതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കുക. അത് ഡിജിറ്റൽ ലോജിക്കൽ ഗേറ്റ്സ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക. സോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ബട്ട് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദി പ്രീവിയസ് ഔട്ട്പുട്ട്. പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്? ബിക്കോസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിനെ പറ്റി, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദി ക്ലാസിഫിക്കേഷൻ. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ. എനിക്കറിയാം ഇതൊരു BSc ലെവൽ കാര്യമാണ് ഞാനിതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാലും ഞാൻ കുറച്ച് ഫണ്ടമെൻ്റൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ രണ്ടിൻ്റെയും ആദ്യത്തെ വേർഡുകൾ പറഞ്ഞങ്ങനെയാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ വി ക്യാൻ ഹാവിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ്സ് എ മോഡിഫൈഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. മോഡിഫൈഡ് ആണ്. എന്തിനാണ് മോഡിഫിക്കേഷൻ നടത്തിയതെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ദെൻ വി ക്യാൻ ഹാവിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. വി ക്യാൻ ഹാവിങ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതൊക്കെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അൾട്ടിമേറ്റ്ലി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമാണ്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് JKയുടെ മോഡിഫൈഡ് വേർഷനാണ് T. JKയുടെ തന്നെ മോഡിഫൈഡ് വേർഷനാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ, ഇപ്പം SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി FF എന്ന് എഴുതുന്നതൊക്കെ ഞാൻ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. സോ ലെറ്റ് ഐ ഹാവ് എ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദിസ് ഈസ് മൈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ് ഹാസ് സെറ്റ് ഇൻപുട്ട്, റീസെറ്റ് ഇൻപുട്ട്, ആൻഡ് ഓൾസോ വി ക്യാൻ ഹാവിങ് എ ക്ലോക്ക്.
S pin, R pin. We can have two output, Q and Q bar are its output. ഇത് രണ്ടുമാണ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. ദീസ് ടു ആർ മൈ ഇൻപുട്ട്സ്. ഇത് രണ്ടുമാണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാസ് two inputs and two outputs. Okay, the outputs are complement to each other. The Q ആണ്, the Q bar ആണ്. So what is the output in Q? Its complement is complemented output in Q bar. അതായത് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടിന് കോംപ്ലിമെൻറ്റ് 1 ആവും, ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ടിന് കോംപ്ലിമെൻറ്റ് 0 ആവും. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ രണ്ട് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് വേണമെങ്കിൽ ക്യൂവിൽ നിന്ന് എടുക്കാം. ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കാം. ഓക്കെ, ദിസ് ഈസ് ക്ലിയർ. ദെൻ how to realize an SR flip-flop, that is also very important. We can realize an SR flip-flop using NAND gate. NAND gate വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. That I having two NAND gate. This is set pin, this is the reset pin, and this is clock. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. അതായത് ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു ട്രെയിൻ ഓഫ് പൾസ് ആണ്. ക്ലോക്കിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലോക്ക് ഓഫ് പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറോസ് ആൻഡ് വൺസിൻ്റെ ഒരു കോമ്പിനേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന, ട്രെയിനായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് കണ്ടീഷൻസ് വേണമെങ്കിൽ നമ്മൾ ക്ലോക്ക് ആക്റ്റീവ് ആക്കണം. ഓക്കെ, ക്ലോക്ക് ആക്റ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, you can have another NAND gate. This is my Q and this is my Q bar. And this is the feedback circuit. ഇതാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് പോയിട്ടുണ്ട്. ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a portion of output is connected back to the input of this gate. So ഇത് മൂലമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് depends upon not only on the present input but also past output. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് പ്രസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നത് പാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനോട് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ആൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിലുള്ളതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഞാനിപ്പോൾ ഈ ബ്ലോക്കായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഇറ്റ് ഈസ് ഹാവിങ് ടു ഔട്ട്പുട്ട്. ഓക്കെ, നമുക്കറിയാം NAND ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ലെറ്റ് എ ബി ഇൻപുട്ട്, ഔട്ട്പുട്ട് y ആണെന്ന് വിചാരിക്കുക. So 0 0 0 1 1 0 1 1, these are the different conditions. ഒരു NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതാണ്. കാരണം ഇത് NAND ഗേറ്റ് വെച്ചിട്ടാണ് എല്ലാ സർക്യൂട്ടും റിയലൈസ് ചെയ്തിരിക്കുന്നത്. സോ NAND ഗേറ്റ് എന്ന് വെച്ചാൽ AND ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. AND ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 1 when both inputs are high, output is high, otherwise all the conditions output is low. അപ്പം ഈ കണ്ടീഷനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പം ഓൾ ദ ഇൻപുട്സ് 1 ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 0 ആവും NAND ഗേറ്റ് ആകുമ്പോൾ. സോ ദിസ് ഈസ് NAND ഗേറ്റ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. രണ്ട് ഇൻപുട്ടും 1 ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് 0 ആവുന്നുള്ളൂ. ഓക്കെ,
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഇൻപുട്ട് കണ്ടീഷനിൽ ഇതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ്. ട്രൂത്ത് ടേബിൾ ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR is input, S pin, R pin. Past output, I am also taking past output because this output നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന ഔട്ട്പുട്ട് കണ്ടീഷനാണ്. ബട്ട് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ പാസ്റ്റ് ഔട്ട്പുട്ടോടെ നോക്കും. കാരണം പാസ്റ്റ് ഔട്ട്പുട്ടിനോടെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് Qn-1 എന്നാണ്. n-1 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഇത് ചെയ്യാനാണ്. ദെൻ വി ക്യാൻ ഹാവിങ് പ്രസൻറ്റ് ഔട്ട്പുട്ട്. പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഔട്ട്പുട്ടാണ്, ഈ കണ്ടീഷനിലുള്ള ഔട്ട്പുട്ടാണ്. ദെൻ ഐ ഓൾസോ ഗിവൺ ദ സ്റ്റേറ്റ്. സോ ഇൻപുട്ട് കണ്ടീഷൻ ഈസ് ദെയർ, പാസ്റ്റ് ഔട്ട്പുട്ട് ഈസ് ദെയർ, പ്രസൻറ്റ് ഔട്ട്പുട്ട് ഈസ് ദെയർ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ഓഫ് കണ്ടീഷൻ ഓഫ് ഔട്ട്പുട്ടിൻ്റെ ചേഞ്ച് കണ്ടീഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ if I am looking for SR pin, when SR pin are both low, രണ്ടും ലോ ആവുന്ന കണ്ടീഷനിൽ എന്താണ് ഔട്ട്പുട്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ രണ്ടും ലോ ആയിരിക്കുമ്പോൾ എനിക്ക് പാസ്റ്റ് ഔട്ട്പുട്ട്, അതായത് പ്രീവിയസ്ലി ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല. ഐദർ 0 ആവാം ഓർ 1 ആവാം. അപ്പം 0 വരുന്ന രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. പാസ്റ്റ് ഔട്ട്പുട്ട് 0 ആവാം 1 ആവാം, ഈ രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. ഓക്കെ, ലൈക്ക് ദാറ്റ് 0, 1 എല്ലാ കണ്ടീഷനും ഞാൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സോ ഐ ആം ഗോയിങ് ബാക്ക് ടു ദിസ് സർക്യൂട്ട്. സോ ഇനീഷ്യൽ കണ്ടീഷൻ സെറ്റ് പിൻ ഈസ് 0, റീസെറ്റ് പിൻ ഈസ് 0, Qn-1 is 0. That means Qn-1 is 0 means let this is 0. This is 0. So its complement should be 1 ആണ്. When set pin is 0, reset pin is 0. ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ക്ലോക്ക് ഈസ് ഹൈ. ക്ലോക്ക് ഈസ് ഹൈ മീൻസ് ക്ലോക്ക് ഹൈ ആകുമ്പോൾ മാത്രമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാകുന്ന ആ ഒരു ക്ലോക്കാണ് ഞാനിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, 0, 1, 0, 1. That means any of the NAND ഗേറ്റിൻ്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി 1 ആയിരിക്കും. സോ ഇൻ ബോത്ത് കണ്ടീഷൻ ദ ഔട്ട്പുട്ട് ഈസ് 1. കാരണം സെറ്റ് പിന്നും റീസെറ്റ് പിന്നും 0 ആണ്. ഇത് ഹൈ ആണെങ്കിൽ പോലും ഔട്ട്പുട്ട് 0, ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, സോ ഹിയർ Q ഈസ് 0. 0 മീൻസ് 0, 1 ഇത് ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. സോ 0, 1 ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ 1, 1 ഇവിടെ ഈ 1 ആണ് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നത്. 1, 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0, 0, 1 ആകുമ്പോൾ ഔട്ട്പുട്ട്. സോ ദാറ്റ് മീൻസ് ഇഫ് ദ പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്രീവിയസ് ഔട്ട്പുട്ട് നോട്ട്, ദിസ് ഈസ് നോട്ട് പാസ്റ്റ് ഔട്ട്പുട്ട്, ഞാൻ ഇപ്പോൾ തെറ്റിയതാണ്, പ്രീവിയസ് ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞപ്പോൾ പ്രീവിയസും പാസ്റ്റും തിരിഞ്ഞു പോയതാണ്, സോറി. ഓക്കെ, പ്രീവിയസ് ഔട്ട്പുട്ട്. ഓക്കെ, okay, so 0, 1, 1, 1. That means the Qn will be 0 itself. Qn will be 0 itself at that time. Okay, okay, ഈ കണ്ടീഷനിൽ when സെറ്റ് റീസെറ്റ് പിൻ 0 ആയിരിക്കുമ്പോൾ തിരിച്ചാണെങ്കിൽ, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ് കണ്ടീഷനിൽ, ദറ്റ് മീൻസ് ഇഫ് ദിസ് ഈസ് 1, ദിസ് വിൽ ബി 0. ആ കണ്ടീഷനിൽ എന്താണ് 1, 1 again 0, 0, 1 again 1. ദാറ്റ് മീൻസ് 1. അതായത് when set pin is 0, reset pin is 0, whatever the previous output, എന്താണ് പ്രീവിയസ് ഔട്ട്പുട്ട്? പ്രീവിയസ് ഔട്ട്പുട്ട് Q0 ആണെങ്കിൽ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് 0 ആണ്. Q1 ആണെങ്കിൽ ഇപ്പോഴത്തെ ഔട്ട്പുട്ടും 1 ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ സ്റ്റേറ്റ് പറയുമ്പം നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് നോ ചേഞ്ച് ആണ്. അപ്പോൾ പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഔട്ട്പുട്ട്. അപ്പോൾ സെറ്റ് പിൻ 0യും റീസെറ്റ് പിൻ 0 ആണെങ്കിൽ ഞാൻ ക്ലോക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണോ എൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ട് കണ്ടീഷൻ ഇരിക്കുന്നത് ആ കണ്ടീഷനിൽ തന്നെയായിരിക്കും എൻ്റെ പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്.
ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാണെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ ട്രൂത്ത് ടേബിൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എഴുതിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണ്. ദെൻ സെറ്റ് പിൻ ഈസ് 0, റീസെറ്റ് പിൻ ഈസ് 1. അതും രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആവാം, 1 ആവാം. ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്. അപ്പോൾ രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്, 0 1 ആവുന്ന കണ്ടീഷൻ. സോ 0 1. So here any of the input is 0, so this output is 1. Here both inputs are 0 for this NAND gate, so output is 0. And this condition previous output is 0 and 1. That means 0 0 1 1 1 0. So it is output is 0. Here the output is 0 and output complement is 1. I am not taking the output complement. അത് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ആണ്. സോ ക്യൂവിൻ്റെ കണ്ടീഷൻ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അറ്റ് ദാറ്റ് കണ്ടീഷൻ ദ ഔട്ട്പുട്ട് ഈസ് 0. ഓക്കെ, ദെൻ I am taken the output is 1. Initially 1 ആയിട്ടുള്ള കണ്ടീഷൻ ഞാൻ ടേക്ക് ചെയ്യുകയാണ്. This is 1 ആകുമ്പോൾ this will be 0. So here it is 0. So 1 0 1 0. What is 1 0? 1 0 is any of the input 0 ആണെങ്കിൽ output should be 1 1. Then 1 1. Both inputs are 1. Then the output will be changed into 0 condition. സോ എഗെയിൻ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. സോ ഈ കണ്ടീഷൻ സ്റ്റേബിൾ ആവുന്നവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ എഗെയിൻ 0 0 1 1 1 0. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0. സോ ഔട്ട്പുട്ട് വിൽ ബി 0. സോ ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് റീസെറ്റ് കണ്ടീഷൻ. അതായത് ഔട്ട്പുട്ട് എപ്പോഴും 0 ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രീവിയസ് ഔട്ട്പുട്ട് ദ ഔട്ട്പുട്ട് വിൽ ബി present output will be always 0. That means if set pin is 0, reset pin is 1, the output is reset. So that is why it is known as reset. So if the set pin is 0, reset pin is 1, the output is 0. Okay, then the next condition 1 0 condition 1 0 condition 0 1 condition. Okay, so I am taking this is 1 and this is 0. Okay, here the both inputs are 1, so output is 0. Here the both any of the inputs is 0, so this output is 1. So again 0 1 0 1 is output is, so any of the input 0 ayana 0 1 output is I am going to 0. Then 0 0 is output is going to 1. ഇനി ഇത് സ്റ്റേബിൾ കണ്ടീഷനാണെന്ന് നോക്കുകയാണ്. ദെൻ അഗെയിൻ 1 1 0 0 0 1. സോ ദ ഔട്ട്പുട്ട് ഈസ് ഇൻ 1 കണ്ടീഷൻ. ഔട്ട്പുട്ട് ഈസ് ഇൻ 1 കണ്ടീഷൻ. ആൻഡ് ഇഫ് 1 0 കണ്ടീഷൻ പ്രീവിയസ് ഔട്ട്പുട്ട് 1 ആയ കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 1 0 0 0 1. സോ ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് ഈസ് 1 ഓൾവേസ് 1. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സെറ്റ്. ദ ഔട്ട്പുട്ട് ഈസ് സെറ്റ് irrespective of the previous output. If set pin is 1, reset pin is 0, that condition is known as set condition. So the output will be always 1. Okay, hope this is clear. Then the last condition, if both S and R pin are 1 1, then what will be the output? Okay, let me check what will be the output. So if
So 1 1 is if both inputs are 1, the output will be both are 0. Then 0 0, the output will be 1. 1 0, the output will be 1. Here it is 1. Again 0 1 1 1 0 1. Here this condition, the output and output complements are both are same, that is both are 1. That condition is don't care. Don't care means forbidden. We can say that this is forbidden condition for, because it's output in the complement ആയിരിക്കണം ക്യൂ ബാർ കിട്ടേണ്ട, പക്ഷേ ഇതിനകത്ത് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഫോർബിഡൻ കണ്ടീഷൻ. നമുക്ക് കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ടാണ് ക്യൂ ബാറിൽ നിന്ന് കിട്ടേണ്ടത്, ബട്ട് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ ഈ കണ്ടീഷൻ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉപയോഗിക്കാറില്ല. ബോത്ത് സെറ്റ് പിൻ ആൻഡ് റീസെറ്റ് പിൻ 1 ആക്കുന്ന കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, ബോത്ത് Q is equal to Q bar ആവും when S pin is R pin is equal to 1 ആവുമ്പോൾ. So this condition is known as forbidden condition. This forbidden condition will be never used in SR flip flop. SR flip flopil നമ്മൾ ഉപയോഗിക്കാറില്ല. So this is the truth table for SR flip flop. ഇനി SR flip flopൻ്റെ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ഈ ട്രൂത്ത് ടേബിളിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ അനാലിസിസ് ക്ലിയർ ആയോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇത്? നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? പറയാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ കാണാമോ? വന്നു. ഓക്കെ, ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെറ്റ് പിന്നും റീസെറ്റ് പിന്നും 1 ആവുന്ന കണ്ടീഷനാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇനീഷ്യലി ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണ്, Q ഈസ് ഈക്വൽ ടു 0 ആൻഡ് Q ബാർ ഈസ് ഈക്വൽ ടു 1 കണ്ടീഷൻ എടുക്കുകയാണ്. ഇഫ് സെറ്റ് പിൻ ആൻഡ് റീസെറ്റ് പിൻ ഈസ് 1, ഹിയർ ഇറ്റ് ഈസ് 1 1, സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0. ബോത്ത് ഇൻപുട്ട് 1 ആകുമ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. ഓൺ ദ ട്രൂത്ത് ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ. Here it is 1 1, so this is 0. So this 1, here it is 0, here it is 1. This 1 and 0 is here, the output will be 1. Here this 0 and 1 will be here, the output will be 1. Because NAND ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷുഡ് ബി 1 ആയിരിക്കും. ഇവിടെ രണ്ടിൻ്റെയും ഒരു ഇൻപുട്ട് 0 ആണ്. So both output should be 1 irrespective of previous output. Previous output എന്താണെങ്കിൽ പോലും ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഏതാണ് പറയേണ്ടത്? ഇപ്പോൾ പറഞ്ഞതാണോ? ഓക്കെ, നമ്മൾ NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ഇൻപുട്ട് 0 ആണ് ഇതിൻ്റെ അകത്ത്. ഏതെങ്കിലും ഈ NAND ഗേറ്റിൻ്റെ ഇപ്പം കൺസെപ്റ്റ് ദിസ് ഇസ് 1 2 3 4, ഇപ്പോൾ തേർഡ് NAND ഗേറ്റും ഫോർത്ത് NAND ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന പിന്നുകൾ നോക്കുക. ഈ ഇൻപുട്ടിലേക്ക് ഇതിൻ്റെ ഒരു ഇൻപുട്ട് എപ്പോഴും 0 ആണ് വരുന്നത്. അപ്പോൾ ഈ ഇത് നോക്കുക, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും 1 ആണ്. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദിസ് ടു പിന്നെ ഈ ഔട്ട്പുട്ട്, ഈ NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, കാരണം ഇതിൽ നിന്നാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, ഒരു ഇൻപുട്ട് എപ്പോഴും 0 ആയ കാരണം ഔട്ട്പുട്ട് രണ്ടും 1 ആയിട്ടേ വരുള്ളൂ. തേർഡ് ആൻഡ് ഫോർത്ത് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 1 ആയിട്ടേ വരുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q ഈസ് ഈക്വൽ ടു Q ബാർ തന്നെയാണ് വരിക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, ക്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് Q ബാറിൽ വേണ്ടത്. ബട്ട് ഹിയർ Q ആൻഡ് Q ബാർ ഈസ് സെയിം ഫോർ വെൻ S പിൻ ആൻഡ് R പിൻ ബോത്ത് ആർ ഹൈ. ക്ലിയർ ആയോ? ഓക്കെ, സോ ഈ കണ്ടീഷൻ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? Q ആൻഡ് Q ബാർ സെയിം ആവാൻ പാടില്ല, അതിന് കോംപ്ലിമെൻ്റ് ആയിരിക്കണം. ടു അവോയ്ഡ് ദിസ് ഫോർബിഡൻ കണ്ടീഷൻ വി ആർ യൂസിങ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദാറ്റ് ഈസ് എ മോഡിഫൈഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം നിങ്ങൾ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ കണ്ടീഷൻസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. വെൻ S പിൻ ഈസ് 0, R പിൻ ഈസ് 0, സെറ്റ് റീസെറ്റ് 0 ആണെങ്കിൽ എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അത് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഔട്ട്പുട്ട്.
പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയായി, അതായത് ഔട്ട്പുട്ടിന് ചേഞ്ച് ഒന്നും വരില്ല. വെൻ സെറ്റ് പിൻ ഈസ് 0 റീസെറ്റ് പിൻ ഈസ് 1, റീസെറ്റ് പിൻ 1 ആകുമ്പോൾ എപ്പോഴും റീസെറ്റ് കണ്ടീഷൻ ആയിരിക്കും. റീസെറ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് 0 ഇറസ്പെക്റ്റീവ് ഓഫ് പ്രീവിയസ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് 0. ഇനി 1-0 കണ്ടീഷൻ, വെൻ സെറ്റ് പിൻ ഈസ് 1 റീസെറ്റ് പിൻ ഈസ് 0 ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് 1, ദാറ്റ് മീൻസ് സെറ്റ് കണ്ടീഷൻ. അതുകൊണ്ടാണ് അതിനെ സെറ്റ് പിൻ റീസെറ്റ് പിൻ എന്നൊക്കെ പറയുന്നത്. Output is always 1, that means set condition. When a set pin is 1 reset pin is 1, both Q and Q bar is same, so that is why this condition is known as forbidden condition. So ആ കണ്ടീഷനിൽ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യാറില്ല ആ സ്റ്റേറ്റിൽ. ഓക്കെ, സോ ടു അവോയ്ഡ് ദ ഫോർബിഡൻ കണ്ടീഷൻ we are using a modified SR flip flop that is known as JK flip flop. Okay, to avoid forbidden condition we use modified JK flip flop, modified SR flip flop that is known as JK flip flop. Known as JK. Okay, so what is JK flip flop? So modified SR flip flop. അപ്പോൾ ഞാൻ ഇനി SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പുതിയ എല്ലാ ബ്ലോക്കുകളും വരയ്ക്കുന്നില്ല, ആ നാൻഡ് ഗേറ്റിൽ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളൊന്നും വരയ്ക്കുന്നില്ല. സോ ദിസ് ഈസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ആ 4 നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ടാണ്. സോ ദിസ് ഈസ് Q ആൻഡ് ദിസ് ഈസ് Q bar. Okay, so what is that? This is an AND gate, this is another AND gate. This is both AND gate, and this is S pin and this is R pin. So J pin and K pin. And here there is a feedback, and here there is also a feedback. So this is my Q and this is my Q bar, and there is also a clock. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർന്നാണ് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഒരു മോഡിഫൈഡ് ചെയ്ത എസ് പിൻ തന്നെയാണ് ജെ പിൻ, ഒരു മോഡിഫിക്കേഷൻ, ഒരു ഫീഡ്ബാക്ക് മോഡിഫിക്കേഷനോട് കൊടുത്തിട്ടുണ്ട്. ആർ പിൻ തന്നെയാണ് കെ പിൻ, ഒരു മോഡിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫീഡ്ബാക്ക് ക്യൂ ബാറിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ടു അവോയ്ഡ് ദാറ്റ് ഫോർബിഡൻ കണ്ടീഷൻ, ഫോർബിഡൻ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സോ ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് ദ ട്രൂത്ത് ടേബിൾ. അപ്പോൾ അതിൻ്റെ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അനുസരിച്ച് ഒരു ആ ഫോർബിഡൻ കണ്ടീഷനിൽ മാത്രമാണ് ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. ബിക്കോസ് ജെ പിൻ തന്നെയാണ് എസ് പിൻ, കെ പിൻ തന്നെയാണ് ആർ പിൻ. ഓക്കെ, 0-0 കണ്ടീഷനിൽ, 0-1 കണ്ടീഷനിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അത് തന്നെയായിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ടിലേക്ക് വരിക. ദെൻ 0-1 കണ്ടീഷൻ, 0-1 കണ്ടീഷനിൽ ആർ പിൻ റീസെറ്റ് പിന്നാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രീവിയസ് ഔട്ട്പുട്ട് ദ ഔട്ട്പുട്ട് വിൽ ബി 0, ഓൾവേസ് 0, ദാറ്റ് ഈസ് ഇൻ റീസെറ്റ് കണ്ടീഷൻ. ദെൻ 0-1 കണ്ടീഷനിൽ സെറ്റ് പിന്നാണ് ഹൈ, സോ ദിസ് ഈസ് സെറ്റ് കണ്ടീഷൻ. നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റണം. then 1-1 കണ്ടീഷനിൽ, 0-1 കണ്ടീഷനിൽ ദിസ് ഈസ് ഫോർബിഡൻ കണ്ടീഷൻ ആയിരുന്നു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. ബട്ട് റൈറ്റ് നൗ ദിസ് ഈസ് ടോഗിൾഡ് കണ്ടീഷൻ. പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ ടോഗിൾഡ് കണ്ടീഷനിലായിരിക്കും. സോ 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0, ദാറ്റ് ഈസ് ടോഗിൾഡ് കണ്ടീഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് ഫോർബിഡൻ ആയിരുന്നു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. ഹിയർ ഇറ്റ് ഈസ് എ
toggled condition. So both j and k is high. Both j and k is high. What will be the output? എന്താണ് പ്രീവിയസ് ഔട്ട്പുട്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഇപ്പോഴത്തെ ഔട്ട്പുട്ട്. ഓക്കെ. ഇനി 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് നെറ്റിൽ പ്രോബ്ലംസ് ചോദിക്കാം. ഇത് 2019 ജൂണിൽ ചോദിച്ച ഒരു ഇതാണ്. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്? എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രൂത്ത് ടേബിൾ എന്നാണ് ചോദിക്കുന്നത്. ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ്റെ മറ്റേ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ക്യു എന്നിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാനാണ് പറയുന്നത്. നമ്മൾ ഒരു ഏത് ലോജിക്കൽ ഗേറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊരു ബൂളിയൻ എക്സ്പ്രഷൻ കാണും. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷനാണ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ക്യു എൻ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറയുന്നത്, ബൂളിയൻ എക്സ്പ്രഷൻ. ഹൗ ടു റൈറ്റ് ദ ബൂളിയൻ എക്സ്പ്രഷൻ? എങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുക? ഇവിടെ നമ്മൾ നോക്കുക, ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ ഔട്ട്പുട്ട് അല്ലേ, ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ക്യു എൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ജെ കെ ആണ് എൻ്റെ ഇൻപുട്ട്, ക്യു എൻ മൈനസും ആണ് എൻ്റെ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ പ്രീവിയസ് ഔട്ട്പുട്ടോടെ കൂടിയ എൻ്റെ ഇൻപുട്ടായിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ടിന് ചേഞ്ച് ചെയ്യുന്നത് ജെ കെ ക്യു എൻ മൈനസ് 1 എന്നീ കണ്ടീഷൻസ് അനുസരിച്ചാണ്. സോ റൈറ്റിംഗ് ദ എക്സ്പ്രഷൻ ഫോർ ട്രൂ കണ്ടീഷൻ ഫോർ ക്യു എൻ്റെ ട്രൂ കണ്ടീഷൻ എക്സ്പ്രഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കണ്ടീഷൻ? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഈ കണ്ടീഷനിലെല്ലാം ട്രൂ ആണ്. ആ കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ, ഫോൾസ് കണ്ടീഷനാണ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ദിസ് ഈസ് അനദർ കണ്ടീഷൻ, ദിസ് ഈസ് അനദർ കണ്ടീഷൻ ആൻഡ് ദിസ് ഈസ് അനദർ കണ്ടീഷൻ. ഇൻ ദീസ് കണ്ടീഷൻസ് ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ. സോ അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? നമ്മൾ കെ മാപ്പ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഐ ആം യൂസിങ് കെ മാപ്പ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറയുന്നത്. സോ this is J, this is K Q N minus 1 അല്ല. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 ഇൻപുട്ട് പോലെ എ ബി സി വൈ എന്ന് പറയുന്ന പോലെ ജെ കെ ക്യു എൻ മൈനസ് 1 എന്ന കാര്യങ്ങൾ എടുക്കുകയാണ്. സോ 0 0 0 1 1 0 1 1. അപ്പോൾ നിങ്ങൾക്ക് കെ മാപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് ഇസ് ജെ ബാർ, ദിസ് ഇസ് J, this is K bar, this is K bar Q n minus 1, this is K Q n minus 1, this is K Q n minus 1 bar. 0 1 2 3 4 5 6 7. ഓക്കെ, ഞാൻ ഇതായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. സോ 0 1 2 3 4 5 6 7. സോ ഏതൊക്കെയാണ് ട്രൂ കണ്ടീഷൻ? 1 ട്രൂ കണ്ടീഷനാണ്, 4 ട്രൂ കണ്ടീഷനാണ്, 5 ട്രൂ കണ്ടീഷനാണ്, 6. 1 4 5 6 ആർ ദ ട്രൂ കണ്ടീഷൻ. So this is 1, this is 4, this is 5 and this is 6. 1 4 5 6 are the true conditions.
let me check once again. 1 4 5 6. So here I am writing the expression. These are the combination. I can take the combination, and I can also take these two. So while writing Qn, what are the expression? This is k bar Qn minus 1, or next is, because j and j bar time here it is cancelled, this is pi1, let this is pi1 and this is pi2, prime implicant 2. So prime implicant 2, this is j, and these two while taking k bar time, so the k time will cancel, Qn minus 1 bar. So this is the characteristic equation for a JK flip-flop. This was asked in 2019 CSIR. So it is very important. നമ്മൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഇതൊക്കെ വളരെ എപ്പോഴും തന്നെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കാണ്. ഓക്കെ, so this will be like this. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയത്? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? നിങ്ങളാരും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഡൗട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. ഒന്നോടെ പറയേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും പോയിൻ്റ് ഞാൻ മിസ് ചെയ്തുകൊണ്ടോ? കാരണം ഞാനിത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന കാരണം ചിലപ്പോൾ ചില പോയിൻ്റുകൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയിൽ ഞാൻ വിട്ട് കളയാറുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതിനകത്ത് ഡൗട്ടുണ്ടോ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയാൽ ഞാൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് പൊക്കോട്ടെ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ? നെക്സ്റ്റ് പാർട്ടിലേക്ക് പൊക്കോട്ടെ. ഇത് കാരണം ഇത് CSIR ചോദിച്ച ക്വസ്റ്റ്യനാണ്, അത് കാരണമാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുപോലെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനോ കാര്യങ്ങളോ എഴുതാൻ പറ്റും. ഞാനിപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നല്ലോ. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനോട് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത് ജസ്റ്റ് മോഡിഫൈഡ് JK ആണ്. പക്ഷേ SRൻ്റെ ഒരു കണ്ടീഷനുണ്ട്. നമുക്ക് 2 കണ്ടീഷൻ ഫോർബിഡൻ കണ്ടീഷനായിരുന്നു അല്ലേ? സെറ്റ് പിന്ന് 1 റീസെറ്റ് പിന്ന് 1 ആവുന്നത്. ഫോർബിഡൻ കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റു മാർക്കാണ് ഇട്ടത്. ഇൻറ്റു മാർക്ക് ഇടുകയെന്ന് പറഞ്ഞാൽ ഡോണ്ട് കെയർ കണ്ടീഷനാണെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഇത് അസൈൻമെൻറ്റ് പോലെ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്? ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഫൈൻ, നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫണ്ടമെൻ്റലി ഒരു സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് T ഫ്ലിപ്പ് ഫ്ലോപ്പും D ഫ്ലിപ്പ് ഫ്ലോപ്പുമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ ആയുള്ളൂ, 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ. വാട്ട് ഈസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്? T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മോഡിഫൈഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഐ എം ഗോയിങ് ടു T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പോൾ എനിക്കൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ഐ ഹാവിങ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു മോഡിഫൈഡ് വേറാണ്. സോ ക്യാൻ ഹാവിങ് J പിൻ, K പിൻ, Qn minus 1, sorry, Q bar. This is not Qn minus 1. Qn minus 1 എന്ന് വെച്ചാൽ പ്രീവിയസ് ഔട്ട്പുട്ടാണ്. സോറി, Q bar. And we can having a clock here. Can having a clock here.
and this is J pin, and this is K pin. If J pin and K pin is shorter, if J is equal to K, then it is known as T flip-flop. Then it is known as T flip-flop, and that pin is known as T. ജെയും കെയോടെ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് സെൽഫ് നോൺ ആസ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിന് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെയും കെയും ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? ഇഫ് ജെ ദാറ്റ് വിൽ ബി ഇൻ കെ, അല്ലേ? ജെ എന്താണോ അത് തന്നെയായിരിക്കും കെ എന്ന് പറയുന്നത്. സോ ആ കണ്ടീഷനിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? ഇഫ് ജെ പിൻ ഈസ് സെയിം ആസ് കെ പിൻ, സോ ലെറ്റ് ഐ ഹാവ് ഇൻ ടി പിൻ. ആവുന്ന രണ്ട് കണ്ടീഷൻ, പ്രീവിയസ് പിൻ 0 1 ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയായിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ട്. ഇഫ് ജെ പിൻ ആൻഡ് കെ പിൻ ബോത്ത് ആർ 1, ജെ പിന്നും കെ പിന്നും ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ടി പിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 0 ആണെങ്കിൽ ജെയും കെയും 0 ആയിരിക്കും, ടി 1 ആണെങ്കിൽ ജെയും കെയും 1. അപ്പോൾ ജെയും കെയും 1 ആണ്. സോ ടോഗിൾഡ് കണ്ടീഷനാണ്. ടോഗിൾ ചെയ്യാന്ന് വെച്ചാൽ having D flip-flop. Complementing. Okay, then it